how they make India proud. ഇപ്പോൾ എങ്ങനെയാണ് ഇന്ത്യ അവരോട് പെരുമാറുന്നത്? വ്യക്തിപരമായിട്ട് ഞാൻ എല്ലാ ദിവസവും സ്വയംഭോഗം ചെയ്യുന്ന ആളാണ്. നമ്മളെ സാജി പറ്റി മുന്നേ തരുമോ? നമ്മളെ സാജി ഞാൻ ഡിസ്കോൾ പண்றீங்க. ഒരു ഡിഫറെന്റ് ടച്ചാണ് നമ്മൾ ഷോപ്പിൽ വന്നിന കാസ്റ്റിംഗ് ഫാഷൻ. ഹലോ ഗൈസ്, എല്ലാവർക്കും പരദോഷം ഷോയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കോൺട്രവേഴ്സീസിനും പരദോഷം ജസ്റ്റ് ഇൻ മണ്ടി. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ന്യൂസ് ആണിത്. ഒളിമ്പിക്സിൽ പോയി ഗോൾഡ് മെഡൽ വാങ്ങി നമ്മുടെ ഇന്ത്യനെ തന്നെ പ്രൗഡ് ആക്കിയ റെസ്ലേഴ്സ് ഇന്ന് അവര് ഡൽഹി പോലീസിന്റെ അടികൊണ്ട് റോഡിൽ കിടന്ന് കരയും. അത് മാത്രമല്ല, ഡൽഹി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് എഫ്ഐആറും ഫയൽ ചെയ്തു. WFAയുടെ പ്രസിഡന്റ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റെസ്ലേഴ്സ് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ള ഗോൾഡ് മെഡലൊക്കെ ഗംഗാ നദിയിൽ ഒഴുക്കി കളയുന്ന അവർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ഇന്ത്യക്ക് വേണ്ടി ഏതൊരു റെസ്ലിംഗ് ടൂർണമെന്റും പങ്കെടുക്കില്ല എന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഹി ഈസ് ദ റിയൽ ലൈഫ് ഗരുഡൻ. ഈ ഫോട്ടോ അല്ല മൈരേ, ഇത് ഇയാൾക്ക് 44 ക്രിമിനൽ കേസ് ഉണ്ട്. പക്ഷെ ഇതുവരെ ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇയാൾ ഇന്റർവ്യൂവിൽ വന്നിട്ട് കൂളായിട്ട് ഒരാളെ കൊന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനും കേസ് എടുത്തിട്ടില്ല. അത് മാത്രമല്ല, ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഇയാളാണ് അവിടുത്തെ ഗവൺമെന്റ്. അതുകൂടാതെ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയിലെ പ്രസിഡന്റ് കൂടിയാണ് ഇയാൾ. എന്നിട്ട് WFAയിൽ 8 ഗേൾസിനെ സെക്ഷൽ ഹറാസ്മെന്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് 8 ഗേൾസും കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഗേള് മൈനർ കൂടിയാണ്. ഇത്രയൊക്കെ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഒരു ഗവൺമെന്റ് ഒരു ആക്ഷനും കൂടി ഇയാളുടെ പേരിൽ എടുത്തിട്ടില്ല. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇയാളുടെ പവർ എന്താണെന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ റെസ്ലേഴ്സ് തന്നെ നേരെ സ്ട്രീറ്റിൽ ഇറങ്ങി സമരം ചെയ്യും. ബട്ട് കുറച്ച് ദിവസം മുമ്പ് ഡൽഹി പോലീസ് അവരെ തല്ലി ചതയ്ക്കുന്ന ക്ലിപ്പൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായി. ഈ ഒരു ഇൻസിഡന്റ് ഗ്ലോബൽ മീഡിയസ് വരെ കവർ ചെയ്തു. ഒരു സമയത്ത് ഇന്ത്യനെ തന്നെ പ്രൗഡാക്കിയ കുറച്ച് പേര് ഇന്ന് റോഡിൽ കിടന്ന് ഇന്ത്യൻ പോലീസിന്റെ തല്ലുകൊണ്ട് തന്നെ കാര്യം കാണുമ്പോൾ ഇറ്റ് ഫീൽസ് വെരി വെരി സാഡ്. നമ്മുടെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല, കാരണം ഇന്ത്യ ഫുൾ അയാൾക്ക് ഹേറ്റേഴ്സ്. നമുക്ക് നോക്കാം ഈ കേസിന്റെ വിധി എങ്ങോട്ടാണ് പോകുന്നത്. ഷോപ്പിൽ വന്നിന കാസ്റ്റിംഗ് ഫാഷൻ ഈ ടച്ച് ഇട്ട് വെളിയിൽ നടന്ന് പറഞ്ഞ നാട്ടുകാരന്റെ വക ഒരു ഫിനിഷിംഗ് ടച്ച് ഉണ്ട്. ഐ വാസ് വണ്ടറിംഗ് ദാറ്റ് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മുള്ളാമുട്ടിക്കാൻ അവർ എന്ത് ചെയ്യും? ഇപ്പൊ വരും കമന്റ് ബോക്സിൽ കുറെ എണ്ണന്മാർ. ഐ ഡോണ്ട് നോ, ഇങ്ങനെയുള്ള ട്രോളന്മാർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും വ്യൂസ്? ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമല്ല. നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ചിന്താശേഷിക്ക് എന്ത് പറ്റി? കേരളം ഇത്രയും നന്മയുള്ള ലോകമാണെന്ന് മനസ്സിലാക്കുന്നത് ഇവരെ പോലുള്ള ആളുകളുടെ കമന്റ് വായിക്കുമ്പോഴാണ്. എനിക്ക് 100% ഷുവറാണ് ഇവർ തന്നെയാണ് രാത്രിയാകുമ്പോൾ ഹണി റോസ് ഹോട്ട് വീഡിയോസ് ഒന്ന് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് അതിന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ട് പോകുന്നത്. ഐ ഡോണ്ട് നോ, ഇങ്ങനെയുള്ള ഹോട്ട് വീഡിയോസിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും വ്യൂസ്? ഒരാളുടെ ശരീരത്തിൽ നോക്കി വെള്ളം ഇറക്കുന്നതിൽ എന്ത് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ മല്ലൂസിന് കിട്ടുന്നത്? നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാരുടെ ചിന്താശേഷി എത്ര പുറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെയുള്ള എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ കാണുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. ഇവന്മാർക്ക് കൊച്ചു ടിവിയിൽ ഡോറ കണ്ടിരുന്നു. എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. അവർക്ക് വേണ്ടി ഇനി വീഡിയോസ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അല്ലാണ്ട് പൊളിറ്റിക്കൽ കറൻറ്റ്സ് നോക്കി വീഡിയോ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ ന്യൂസ് ചാനലെല്ലാം നടത്തണേ. ഞാൻ എപ്പോഴും കമല ചാച്ചിനെ ട്രോൾ ചെയ്താലും തമിഴ്നാട്ടിലെ കുറച്ച് അണ്ണന്മാർ എനിക്ക് വധഭീഷണിയായിട്ട് വരാറുണ്ട്. കമലയുടെ ഫാൻസിന്റെ ഫ്രസ്ട്രേഷൻ അങ്ങനെയെങ്കിലും തീരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. ബട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. மெண்டங்களா ஏன்டா அப்படி ட்ரோல் பண்றீங்க? ஏன் அப்படி ட்ரோல் பண்றீங்க? நீங்க ட்ரோல் பண்றீங்க. அமலா சாஜி பத்தி உங்களுக்கு தெரியும்? உங்களுக்கு അമല ചേച്ചി ഞാൻ ട്രോൾ പண்றீங்க? ബുള്ളിങ്ങോ, അമല ചേച്ചിന്റെ ബുള്ളിങ്ങും ഒക്കെ പ്രതികരിക്കാൻ തുടങ്ങി. അതിന് അമല ചേച്ചിനെ പറ്റി എല്ലാം തെറിഞ്ഞിട്ടാണ് ട്രോൾ ചെയ്യാൻ പറ്റുന്ന വല്ല നിയമമുണ്ടോ? ഇത് ഏതാ എയർപോർട്ട് വെച്ച് അണ്ണാച്ചി മുഖം നോക്കി കക്കൂസിട്ട് ഒരക്കാൻ തോന്നുന്നു. ഞാൻ ഉയർറാവുക, ഞാൻ രത്നം, ഞാൻ നരമ്പ്, ഞാൻ ഇത് അണ്ടി. നിന്നെ പോലെയുള്ള ഒരു ജീവി ഈ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൂടി അമല ചേച്ചിക്ക് അറിയില്ല. പിന്നെ നീ ആരിനെ കാണിക്കാനാണ് അണ്ണ? അമല എന്റെ ഉയരാണ്, രക്തമാണ്, അണ്ടിയാണ് പറഞ്ഞ് നടക്കുന്നത്. കുറച്ച് ദിവസം അമലയുടെ വീട്ടിൽ പോയി കുറെ അണ്ണന്മാര് കാരണമുണ്ടായിരുന്നു. അതിനു മുമ്പ് കുറെ അണ്ണന്മാര് അമലയുടെ നെഞ്ചിൽ ടാറ്റു ഒട്ടിച്ച് നടക്കണ്ടായിരുന്നു. ഗായ്സ്, ഇങ്ങനെ പോകണമെങ്കിൽ അവന്മാര് തമിഴ്നാട്ടിൽ അടുത്ത പ്രൈം മിനിസ്റ്റർ ആക്കുമല്ലോ അമല ഷാജി. പിന്നെ അമല ഷാജി പാർലമെന്റിൽ ഇരുന്ന് നരേന്ദ്രമോദിന്റെ ഒപ്പം ഗായ്സ്, ആ കുടുംബം നടക്കാതിരിക്കാൻ വേണ്ടി ഈ വീഡിയോ ലൈക്ക് ചെയ്യാം. നമ്മുടെ ശരീരം എല്ലാ ദിവസവും ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മിസ്റ്റർ ഷട്ടിലാൻ ഈസ് ബാക്ക് വിത്ത് ന്യൂ വാണമടി മോട്ടിവേഷൻസ്. ഈ ലോകത്തുള്ള എല്ലാ സിസ്റ്റത്തിനും അണ്ണനെതിരാണ്. കുറച്ച് ദിവസം മുമ്പ് ബൂപ്സ് പറഞ്ഞിട്ട് നടക്കണ്ടായിരുന്നു. ഇപ്പൊ നേരെ ശുക്ലത്തിലാണ് കയറി പിടിച്ചിരിക്കുന്നത്. ഇയാളൊരു IT കമ്പനിയിൽ ഇന്റർവ്യൂവിനും പോയിട്ടുണ്ട്. സോ സി മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ, താങ്കളുടെ റെസ്യൂമെ ഒക്കെ ചെക്ക് ചെയ്തു. യു ഹാവ് വെരി ഗുഡ് അക്കാഡമിക് സ്കോർ. താങ്ക് യു സർ. ഓക്കെ, താങ്കളുടെ ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്നു, താങ്കൾക്ക് പോകാം. സെക്യൂരിറ്റി, അടുത്ത ആളിനെ പറഞ്ഞോട്. എന്റെ പേര് ഷർട്ടൂരാൻ എന്നാണ്. ഓ ഷർട്ടൂരാൻ, നൈസ് ടു മീറ്റ് യു. താങ്കളുടെ ടാലന്റിനെ കുറിച്ച് പറയൂ. വ്യക്തിപരമായിട്ട് ഞാൻ എല്ലാ ദിവസവും സ്വയംഭോഗം ചെയ്യുന്ന ആളാണ്. ഓ ഓക്കെ, അതല്ല ഷർട്ടൂരാൻ, താങ്കളുടെ ഹോബീസിനെ കുറിച്ച് പറയൂ. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പാണ് സ്വയംഭോഗം ചെയ്യുന്നത്. ഹേ മിസ്റ്റർ, മൈൻഡ് യുവർ വേർഡ്സ്. ഇത് A ഗ്രൂപ്പിന്റെ IT കമ്പനിയാണ്. ഇവിടെ അതിന്റേതായിട്ടുള്ള മര്യാദകൾ. നമ്മൾ ചത്തുപോകുന്ന ദിവസം വരെ നമ്മുടെ ശരീരം ശുക്ലം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ. ഹലോ മിസ്റ്റർ ഷർട്ടൂരാൻ, പുറത്തു പോകൂ, ഞാൻ സെക്യൂരിറ്റിനെ വിളിക്കും. ദിവസവും 2 സ്ത്രീകളെ വെച്ച് അങ്ങനെ നമ്മുടെ ഷോയുടെ ഫൈനൽ സെഗ്മെന്റ് മീം ഓഫ് ദി ഡേ. ഇതാരാ പടക്കുന്ന മീനോ? ഇതെന്റെ മകളാ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റും കൂടി ചെയ്യുക. എല്ലാ മാസത്തെയും പോലെ ആറാട്ടെണ്ണ ഈ മാസം എയറിൽ കയറിയിട്ടുണ്ട്. ആറാട്ടെണ്ണെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റോൾ വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തോ. അപ്പൊ ടാറ്റാ ബൈ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.